ഒന്ന് സങ്കൽപ്പിക്കുക. നിങ്ങള് സാധാരണ പോലെ നിങ്ങളുടെ കാറിലോ ബൈക്കിലോ ഒരു റോഡിലൂടെ യാത്ര ചെയ്യാണ്. പെട്ടെന്ന് മുന്നിലൊരു വലിയ ശബ്ദം. അതെ, വലിയൊരു വാഹനാപകടം. ഒരാൾ റോഡിൽ വീണ് കിടക്കുന്നുണ്ട്. ചുറ്റും ആളുകൾ ഓടിക്കൂടുന്നു. ആർക്കോ ഒരാൾക്ക് പെട്ടെന്ന് തോന്നിയിട്ട് ഒരു എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞു. പക്ഷേ ആംബുലൻസ് അവിടെ എത്താൻ ഇനിയും ഒരു 7 മിനിറ്റ് സമയമെടുക്കും. വെറും 7 മിനിറ്റ്. ഈ 7 മിനിറ്റാണ് അവിടെ കിടക്കുന്ന ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്തണമോ അതോ നഷ്ടപ്പെടണമോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ അവിടെ നിൽക്കുന്ന ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ 7 മിനിറ്റിൽ എന്ത് ചെയ്യണം? ശരിക്കും നമ്മൾ പലപ്പോഴും ആലോചിക്കാൻ ഭയക്കുന്നൊരു കാര്യമാണത്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവൻ ഒരുപക്ഷെ പൂർണ്ണമായും നമ്മുടെ കൈകളിലായിരിക്കുന്ന ഏറ്റവും നിർണായകമായൊരു നിമിഷമാണത്. അതെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചാണ് ഈ വിശദമായ ചർച്ചയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. തീർച്ചയായും. സയ്യദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർ ഘർ സേ ഏക് സൈനിക് എന്ന പുസ്തകത്തിലെ 11-ാം അധ്യായം മാത്രമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതൊരു വെറും വിവരണം മാത്രമല്ല കേട്ടോ. അല്ല, നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് അപരിചിതനായ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാവുന്ന അറിവുകളാണിത്. അതെ, വളരെ പ്രായോഗികമായ അറിവുകൾ. ശരി, ഈ പുസ്തകത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഗോൾഡൻ അവർ അല്ലെങ്കിൽ സുവർണ മണിക്കൂർ. എന്തുകൊണ്ടാണ് അപകടം നടന്നയുടനെയുള്ള ആദ്യത്തെ ഒരു മണിക്കൂറിനെ അങ്ങനെ വിളിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ബയോളജി നമ്മൾ അല്പം അറിയണം. ഒരു വലിയ അപകടം നടക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വേഗത്തിൽ രക്തം നഷ്ടപ്പെടാൻ തുടങ്ങുമല്ലോ. അതെ, ചോര വാർന്നു പോകും. ഈ രക്തമെന്ന് പറയുന്നത് വെറുമൊരു ദ്രാവകമല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും, പ്രത്യേകിച്ച് തലച്ചോറിലേക്കും ഓക്സിജൻ എത്തിക്കുന്ന പ്രധാന വാഹനമാണിത്. രക്തം നഷ്ടപ്പെടുമ്പോൾ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ ഒഴുക്കവിടെ കുറയുന്നു. ഓ, അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ തലച്ചോറിലെ കോശങ്ങൾ മരിക്കാൻ തുടങ്ങും അല്ലേ? കൃത്യമായിട്ട്. ഈ ആദ്യത്തെ 60 മിനിറ്റിനുള്ളിൽ രക്തസ്രാവം തടയുകയോ ശ്വാസോച്ഛ്വാസം ഉറപ്പാക്കുകയോ ചെയ്താൽ ആ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓരോ മിനിറ്റ് വൈകുമ്പോഴും ശരീരത്തിലെ ഈ ഓക്സിജൻ സപ്ലൈയാണ് ശരിക്കും ഇല്ലാതാകുന്നത്. അതുകൊണ്ടാണ് അത് ഗോൾഡൻ അവർ ആകുന്നതല്ലേ? അതെ. ആ നിർണായക സമയം കഴിഞ്ഞാൽ എത്ര വലിയ മെഡിക്കൽ സയൻസിനും ചിലപ്പോ ആ ജീവൻ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അവിടെയാണ് എന്റെ മനസ്സിലേക്ക് മറ്റൊരു ചോദ്യം വരുന്നത്. റോഡിൽ ഒരാൾ ഇങ്ങനെ പിടയുന്നത് കാണുമ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? നമ്മൾ നോക്കിയാൽ കാണാം, മിക്കവരും മൊബൈലിൽ വീഡിയോ എടുക്കുകയോ പകച്ചു നിൽക്കുകയോ ആയിരിക്കും. അതൊരു വലിയ സത്യമാണ്. അവർക്ക് ക്രൂരതയുള്ളതുകൊണ്ടല്ല എന്നെനിക്കറിയാം. കാരണം നോക്കൂ, നമ്മൾ ഒരു ചെറിയ തീപിടുത്തം കാണുന്നു എന്ന് വിചാരിക്കാം. ഫയർ എഞ്ചിൻ വരാൻ കാത്തിരിക്കുന്നതിന് പകരം നമ്മൾ കിട്ടുന്ന ഒരു ബക്കറ്റ് വെള്ളം അതിലേക്ക് ഒഴിക്കില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഒരു അപകടം കാണുമ്പോൾ ആളുകൾ ഫ്രീസായി പോകുന്നത്? ആ തീപിടുത്തത്തിന്റെ ഉദാഹരണം വളരെ കൃത്യമാണ് കേട്ടോ. കാരണം വെള്ളമൊഴിക്കാൻ ആർക്കും പേടിയില്ല. എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ട്. എന്നാൽ ഒരപകടം കാണുമ്പോൾ മനുഷ്യന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് പേടിയാണോ? അതെ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടത് തെറ്റായിപ്പോയാലോ എന്നൊരു പേടി. എന്റെ കൈകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ഭയമാണ് ആളുകളെ പിന്നോട്ട് വലിക്കുന്നത്. തങ്ങൾക്ക് മെഡിക്കൽ അറിവില്ല എന്ന തോന്നലാണ് ഈ മരവിപ്പിന് കാരണം. ശരിയാണ്, എല്ലാവർക്കും ഡോക്ടറാകാൻ കഴിയില്ലല്ലോ. പക്ഷേ പുസ്തകത്തിൽ നമ്മളെ ഇലയ്ക്ക് ചിന്തിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്: ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പൂർണ്ണതയില്ലാത്തതാണെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്ന്. പൂർണ്ണതയില്ലാത്തതാണെങ്കിലും എന്തെങ്കിലും ചെയ്യുക. വാവ്, അതൊരു വലിയ തിരിച്ചറിവാണ്. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഒരു തോന്നൽ വെച്ച് നോക്കിയാൽ പരിക്കേറ്റ ആളെ പെട്ടെന്ന് കോരിയെടുത്ത് അവിടെ വരുന്ന ഏതെങ്കിലും വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്നതല്ലേ? ഒരിക്കലുമല്ല. അല്ലേ? നാട്ടുകാർ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരിക്കേറ്റയാളെ രക്ഷിക്കുകയല്ല, മറിച്ച് അവിടെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നതാണ്. അതായത് സ്വയം സുരക്ഷയോ? അതെ, സ്വന്തം സുരക്ഷയും ആ സ്ഥലത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കുക. പരിക്കേറ്റ ആളെ അവിടെ കിടത്തിയിട്ട് നമ്മൾ സ്വയം സുരക്ഷ നോക്കണമെന്നോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. റോഡിന് നടുവിലാണ് അപകടം നടന്നത്. നിങ്ങളെ പെട്ടെന്ന് ഓടിച്ചെല്ലുമ്പോൾ പിന്നിൽ വരുന്ന മറ്റൊരു വാഹനം നിങ്ങളെ ഇടിച്ചാൽ എന്ത് സംഭവിക്കും? ഓ, അവിടെ ഒരു രോഗിക്ക് പകരം 2 രോഗികളാകും. കൃത്യം. രക്ഷകനായ നിങ്ങൾ മറ്റൊരു ഇരയായി മാറും. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ വാഹനത്തിന്റെ ഹസാർഡ് ലൈറ്റുകൾ ഇടുക.
മറ്റുള്ള വാഹനങ്ങൾക്ക് ഒരു അപകടം നടന്നിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. സുരക്ഷിതമായ ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനമല്ലേ? അതെ. ശരിയാണ്. നമ്മൾ രക്ഷിക്കാൻ പോയിട്ട് നമ്മൾ തന്നെ അപകടത്തിൽപ്പെടുന്നത് വലിയ ദുരന്തമാണ്. അപ്പോൾ സ്ഥലം സുരക്ഷിതമാക്കി. ഇനി നമ്മൾ സഹായത്തിനായി വിളിക്കണം. അതായത് 112 അല്ലെങ്കിൽ 108 പോലെയുള്ള എമർജൻസി നമ്പറുകളിലേക്ക്. തീർച്ചയായും. പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ലേ? നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അപകടം നടന്ന ഉടനെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ആംബുലൻസ് വിളിക്കൂ എന്ന് വെറുതെ വിളിച്ചു പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഇല്ല. വെറുതെ ആൾക്കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞാൽ ആരും ഫോൺ എടുക്കാൻ പോകുന്നില്ല. ഇതിനെ സൈക്കോളജിയിൽ വളരെ കൃത്യമായി ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ബൈസ്റ്റാൻഡർ എഫക്റ്റ്. അതായത് ഉത്തരവാദിത്വം പലരിലേക്കായി വിഭജിച്ചു പോകുന്ന അവസ്ഥയാണോ? അതെ. ഒരു വടംവലി മത്സരം പോലെ. നമ്മൾ ഒറ്റയ്ക്ക് വലിക്കുമ്പോൾ 100% എഫേർട്ട് ഇടും. എന്നാൽ 10 പേർ ചേർന്ന് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റുള്ളവർ വലിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി നമ്മുടെ തലച്ചോറ് അറിയാതെ തന്നെ ആ എഫേർട്ട് കുറയ്ക്കും. ശരിയാണ്. മറ്റാരെങ്കിലും ചെയ്യുമെന്ന് കരുതി എല്ലാവരും മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് അപകടസ്ഥലത്തും സംഭവിക്കുന്നത്. ആരെങ്കിലും വിളിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകും എന്ന്. അപ്പോൾ ആ സൈക്കോളജിക്കൽ തടസ്സം നമ്മൾ എങ്ങനെ പൊട്ടിക്കും? നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ച് അവരുടെ കണ്ണുകളിൽ നോക്കി കൃത്യമായി പറയുക, ആ നീല ഷർട്ടിട്ട ചേട്ടാ, നിങ്ങളൊന്ന് 112 വിളിക്കുക എന്ന്. ഓഹോ, അങ്ങനെ നേരിട്ട് ഉത്തരവാദിത്വം കൊടുക്കുക. അതെ. ഇങ്ങനെ ഒരു വ്യക്തിക്ക് നേരിട്ട് ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഉണരുകയും അവർ തീർച്ചയായും അത് ചെയ്യുകയും ചെയ്യും. ആ ഒരു ചെറിയ മാറ്റം വലിയ ഫലമുണ്ടാക്കും. അപ്പോൾ സുരക്ഷയുറപ്പാക്കി ഒരാളെ ആംബുലൻസ് വിളിക്കാനും ഏൽപ്പിച്ചു. ഇനി പരിക്കേറ്റയാളുടെ അടുത്തേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ. പാടില്ല. അതിനു പിന്നിലെ കാരണം എന്താണ്? നോക്കൂ, വലിയ അപകടം നടക്കുമ്പോൾ അവരുടെ നട്ടെല്ലിനോ കഴുത്തിനോ ക്ഷതമേറ്റിട്ടുണ്ടാകാം. നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത് തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സിഗ്നലുകൾ കൊണ്ടുപോകുന്ന ഒരു ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ വലിയ കേബിൾ പോലെയാണ്. ആ കേബിളിന് എന്തെങ്കിലും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതെ. നമ്മളൊരു ശാസ്ത്രീയതയുമില്ലാതെ അവരെ പെട്ടെന്ന് കോരിയെടുക്കുമ്പോൾ ആ ചെറിയ ക്ഷതം ചിലപ്പോൾ അവരെ ജീവിതകാലം മുഴുവൻ തളർത്തിക്കളയുന്ന വലിയ പരിക്കായി മാറും. വൗ, അത് ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. കഴുത്തിലെ എല്ലിനാണ് പൊട്ടലെങ്കിൽ അത് ശ്വാസകോശത്തിലേക്കുള്ള സിഗ്നൽ കട്ടാക്കുകയും അവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യും. അതായത് നമ്മൾ അറിയാതെ തന്നെ അവരെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതെ. അതുകൊണ്ട് തീപിടുത്തമോ വാഹനം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയോ ഇല്ലെങ്കിൽ പരിക്കേറ്റയാളെ 1 ഇഞ്ചു പോലും അനക്കരുത്. ആംബുലൻസിലെ സ്പൈൻ ബോർഡും കോളറും ഉപയോഗിച്ച് പരിശീലനം ലഭിച്ചവർ വന്നുവേണം അത് ചെയ്യാൻ. അപ്പോ നമ്മൾ വെറുതെ നോക്കി നിൽക്കണമെന്നാണോ? അല്ല. നമ്മൾ അവരുടെ അടുത്തിരുന്ന് ശാന്തമായി സംസാരിക്കുക. അവർക്ക് ബോധമുണ്ടെങ്കിൽ ഞാൻ കൂടെയുണ്ട്, സഹായം വരുന്നുണ്ട്, പേടിക്കരുത്, അനങ്ങരുതെന്ന് പറയുക. ശരിയാണ്. ആ ഒരു നിമിഷത്തിൽ പരിക്കേറ്റ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായ ഭയം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണല്ലോ. നമ്മുടെ വാക്കുകൾ അവർക്ക് വലിയ ധൈര്യം നൽകും. തീർച്ചയായും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ആ സമയത്ത് ചിലർ പരിക്കേറ്റയാൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് കാണാം. അതും പൂർണ്ണമായും ഒഴിവാക്കണം. അതൊരു വലിയ പോയിന്റാണ്. പലരും കരുതുന്നത് വെള്ളം കൊടുത്താൽ ആശ്വാസം കിട്ടുമെന്നാണ്. പക്ഷേ അത് ശ്വാസകോശത്തിൽ കയറി അവർക്ക് ശ്വാസമുട്ടലുണ്ടാകാനോ അല്ലെങ്കിൽ പിന്നീട് സർജറി വേണ്ടിവരുമ്പോൾ വയറ്റിൽ വെള്ളമുള്ളത് വലിയ പ്രശ്നമാകാനോ സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി അവർ അബോധാവസ്ഥയിലാണെങ്കിലോ? അവിടെയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അവർക്ക് ശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കുക. അവരുടെ നെഞ്ച് സാധാരണ പോലെ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അവർക്ക് ശ്വാസമില്ലെങ്കിൽ എന്തു ചെയ്യും? ഞാൻ എവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ സാധാരണ കേൾക്കുന്ന CPR ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലല്ലോ. CPR എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. എന്നാൽ ഇതിന്റെ മെക്കാനിസം വളരെ ലളിതമാണ്. നമ്മുടെ ഹൃദയമെന്ന് പറയുന്നതൊരു പമ്പാണ്, അല്ലേ? അതെ, ഒരു പമ്പ്. അത് നിൽക്കുമ്പോൾ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ അപ്പോഴും ഓക്സിജൻ അടങ്ങിയ രക്തം ബാക്കിയുണ്ടാകും. ആ പമ്പ് നമ്മൾ പുറത്തുനിന്ന് കൈകൾ കൊണ്ട് അമർത്തി പ്രവർത്തിപ്പിക്കുകയാണ് CPRലൂടെ ചെയ്യുന്നത്. ഓ, അപ്പോൾ ആ ബാക്കിയുള്ള ഓക്സിജൻ തലച്ചോറിലേക്ക് എത്തിക്കുകയും ബ്രെയിൻ ഡെത്ത് ഒഴിവാക്കുകയും ചെയ്യും. കൃത്യമായിട്ട്. നിങ്ങൾക്ക് CPR ചെയ്യാൻ അറിയില്ലെങ്കിൽ പേടിക്കണ്ട. നിങ്ങൾ വിളിച്ച 112 ഓപ്പറേറ്റർ ഫോണിലൂടെ നിങ്ങളെ സഹായിക്കും. അവര് പറഞ്ഞു തരുമോ? അതെ. അവർ പറയുന്നത് കേട്ട് ആ നെഞ്ചിന്റെ മധ്യത്തിൽ
കൃത്യമായ താളത്തിൽ അമർത്തിയാൽ മാത്രം മതി. ആ ഓപ്പറേറ്റർ ശരിക്കും നിങ്ങളുടെ തലച്ചോറായി പ്രവർത്തിക്കും. വളരെ വ്യക്തമാണത്. അത്യാവശ്യഘട്ടത്തിൽ ഫോൺ സ്പീക്കറിലിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യുക. ഇനി മറ്റൊരു വലിയ പ്രശ്നമുള്ളത് രക്തസ്രാവമാണ്. പുറമെയുള്ള വലിയ മുറിവുകളിൽ നിന്ന് ചോര വാർന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ തടയും? അവിടെയാണ് നമ്മൾ രക്തസ്രാവം തടയുക എന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. എവിടെയാണോ വലിയ മുറിവുള്ളത് അവിടെ വൃത്തിയുള്ള ഒരു തുണികൊണ്ട് അമർത്തിപ്പിടിക്കുക. ഇത് വളരെ ലളിതമാണ്, എന്നാൽ ഏറ്റവും നിർണായകവുമാണ്. ഇവിടെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കൗതുകകരമായ കാര്യമുണ്ട്. നമ്മൾ മനുഷ്യരാണ്. ഒരിടത്തു നിന്ന് ചോര വരുമ്പോൾ നമ്മളൊരു തുണി വെച്ച് അമർത്തും. കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്വാഭാവികമായ ആകാംക്ഷ കാരണം രക്തം നിന്നോ എന്നറിയാൻ നമ്മൾ ആ തുണി പതുക്കെ ഒന്ന് മാറ്റി നോക്കും. അതെ, എല്ലാവരും ചെയ്യുന്നതാണത്. എന്നാൽ ഈ പുസ്തകത്തിൽ അത് കർശനമായി വിലക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അതിനു പിന്നിൽ നമ്മുടെ ശരീരത്തിന്റെ വളരെ മനോഹരമായ ഒരു ശാസ്ത്രമുണ്ട്. നമ്മുടെ ശരീരത്തിന് സ്വന്തമായി രക്തം കട്ടപിടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ക്ലോട്ടിംഗ് അല്ലേ? അതെ. മുറിവുണ്ടാകുമ്പോൾ രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ അവിടെ വന്ന് ഒരു അണക്കെട്ട് പോലെ ഒരു മതിൽ പണിയാൻ തുടങ്ങും. നിങ്ങൾ തുണി അമർത്തിപ്പിടിക്കുമ്പോൾ ഈ പ്രക്രിയ എളുപ്പമാകുന്നു. എന്നാൽ രക്തം നിന്നോ എന്ന് നോക്കാൻ നിങ്ങൾ ആ തുണി എടുത്തു മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആ കെട്ടിയുയർത്തിയ അണക്കെട്ട് പൊളിച്ചു കളയുകയാണല്ലേ? അതെ. അവിടെ രൂപപ്പെട്ട ആ ക്ലോട്ട് പൊട്ടിപ്പോകുകയും വീണ്ടും പഴയതിനേക്കാൾ വേഗത്തിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും. വാവ്, അത് ശരിക്കും പുതിയൊരറിവാണ് കേട്ടോ. അതുകൊണ്ട് തുണി രക്തം കൊണ്ട് നനഞ്ഞാൽ അതിനു മുകളിൽ മറ്റൊരു തുണി വെക്കുകയേ ചെയ്യാവൂ. ആദ്യത്തെ തുണി മാറ്റരുത്. പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ തന്നെ ആ ഹീലിംഗ് പ്രക്രിയയെ നശിപ്പിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഈ സമയത്തൊക്കെ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആൾക്കൂട്ടം. അപകടം നടന്നാൽ പിന്നെ അവിടെ ഒരു ഉത്സവപ്പറങ്ങ് പോലെയാണ് ആളുകൾ കൂടുന്നത്. എല്ലാവർക്കും എല്ലാം നോക്കണം. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യും? ആൾക്കൂട്ടം കൂടുന്നത് പരിക്കേറ്റയാൾക്ക് വായു കിട്ടാതിരിക്കാനും അവർക്ക് ശ്വാസം മുട്ടാനും കാരണമാകും. മാത്രമല്ല, ആംബുലൻസ് വരുന്നത് തടസ്സപ്പെടാനും ഇത് കാരണമാകും. അപ്പോൾ നമ്മൾ അവരെ മാറ്റണം. അതെ. ധൈര്യത്തോടെ ആൾക്കൂട്ടത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുക. നിങ്ങളാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ശബ്ദത്തിൽ ആ ഒരു അധികാരമുണ്ടെങ്കിൽ ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കും. അതിനുശേഷം എല്ലാം സുരക്ഷിതമായ ശേഷം മാത്രം ഇൻഷുറൻസ്, പോലീസ് ആവശ്യങ്ങൾക്കായി ഫോട്ടോകളെടുക്കുക. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ളതായി തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ ചെയ്യാൻ തയ്യാറുള്ള പലരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയ ഭൂതമുണ്ട്: നിയമം. അതെ, പോലീസ് കേസ്. പോലീസ് കേസാകുമോ എന്ന പേടി. ഞാൻ ഒരാളെ സഹായിക്കാൻ പോയിട്ട് അയാൾ മരിച്ചുപോയാൽ പോലീസ് എന്നെ പിടിക്കില്ലേ? പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങേണ്ടി വരില്ലേ? ഈ ചോദ്യമാണ് അവിടെ വീഡിയോ എടുത്തു നിൽക്കാൻ ഭൂരിഭാഗം ആളുകളെയും പ്രേരിപ്പിക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യമെന്താണ്? കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഗുഡ് സമാരിറ്റൻ നിയമം എന്നൊന്നുണ്ട്. ഒരപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു നിയമകവചമാണിത്. ഇത് കേൾക്കുന്ന എല്ലാവരും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാണിത്. പ്രായോഗികമായി ഇതെങ്ങനെയാണ് ഒരാളെ സഹായിക്കുന്നത്? ഉദാഹരണത്തിന്, ഞാൻ പരിക്കേറ്റ ഒരാളുമായി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലെത്തുന്നു. അവിടെ ഡ്യൂട്ടി ഡോക്ടറും പോലീസും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോഴെന്ത് സംഭവിക്കും? സങ്കൽപ്പിക്കുക, നിങ്ങളയാളെ കാഷ്വാലിറ്റിയിലെത്തിക്കുന്നു. നിയമപ്രകാരം നിങ്ങൾ ഒരാളെ സഹായിച്ചു എന്നതുകൊണ്ട് മാത്രം നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനോ കസ്റ്റഡിയിലെടുക്കാനോ പാടില്ല. അങ്ങനെയുണ്ടോ? തീർച്ചയായും. ആശുപത്രി അധികൃതർക്ക് നിങ്ങളോട് വിവരങ്ങൾ ചോദിക്കാം. പക്ഷേ നിങ്ങളുടെ പേരോ അഡ്രസ്സോ നൽകാൻ നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ റോഡിൽ കണ്ടതാണ്, ഇവിടെ എത്തിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ വഴിക്ക് പോകാം. ഓഹോ, അപ്പോൾ കോടതിയിൽ സാക്ഷിയായി പോകണ്ടേ? കോടതിയിൽ സാക്ഷിയായി ഹാജരാകാനും നിങ്ങളെ നിർബന്ധിക്കരുതെന്ന് ഈ നിയമം കർശനമായി പറയുന്നുണ്ട്. അതായത് നമ്മൾ പൂർണ്ണമായും സുരക്ഷിതരാണ്. ആശുപത്രികൾക്ക് പണം ചോദിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പരിക്കേറ്റയാളെ നിങ്ങൾ ആശുപത്രിയിലെത്തിച്ചാൽ പോലീസ് ക്ലിയറൻസ് വേണമെന്നോ മുൻകൂർ പണം കെട്ടിവെക്കണമെന്നോ ആശുപത്രികൾക്ക് പറയാൻ കഴിയില്ല. എന്ത് സംഭവിച്ചാലും അടിയന്തര ചികിത്സ അവർ നൽകിയിരിക്കണം. അപ്പോൾ നിയമത്തെ ഭയന്ന് ഇനി ആരും മാറി നിൽക്കേണ്ടതില്ല. ഗുഡ് സാമരിറ്റൻ നിയമം നിങ്ങളുടെ സുരക്ഷാ കവചമാണ്. അത് കേൾക്കുന്നത് വലിയൊരാശ്വാസമാണ്. അപ്പോൾ ആ ഭയം മാറ്റിവെക്കാം. അതെ. ഇതിൽ പുസ്തകം മറ്റൊരു വശം കൂടി പറയുന്നുണ്ടല്ലോ. അപകടമുണ്ടാക്കിയത് നമ്മൾ തന്നെയാണെങ്കിൽ എന്തു ചെയ്യണം? പലരും പേടിച്ച് വണ്ടി നിർത്താതെ ഓടിപ്പോകാറാണല്ലോ പതിവ്. അതും ഒരു സ്വാഭാവികമായ ഹ്യൂമൻ റിയാക്ഷൻ അല്ലേ? ഹ്യൂമൻ റിയാക്ഷൻ ആയിരിക്കാം. പക്ഷേ
അതാണ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തെറ്റ്. അപകടമുണ്ടാക്കിയത് നിങ്ങളാണെങ്കിൽ പേടിച്ചോടിപ്പോകുന്നത് ധാർമ്മികമായും നിയമപരമായും നിങ്ങളെ ഒരു കുറ്റവാളിയാക്കും. ഹിറ്റ് ആൻഡ് റൺ എന്നത് വലിയ കുറ്റമാണ്. അതെ, എന്തു സംഭവിച്ചാലും വണ്ടി നിർത്തി അവരെ സഹായിക്കുക. അത് നിങ്ങളുടെ കടമയാണ്. ഇനി മറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്കാണ് പരിക്കേറ്റതെങ്കിൽ എന്തു ചെയ്യണം? നമുക്ക് ബോധമുണ്ടെങ്കിൽ ചുറ്റുമുള്ളവരോട് സംസാരിക്കാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ എടുത്തുയർത്തരുത് എന്ന് ഞാൻ തന്നെ പറയണം. അതെ, നിങ്ങൾക്ക് നട്ടെല്ലിനോ കഴുത്തിനോ വേദനയുണ്ടെങ്കിൽ ദയവായി അനങ്ങരുത് എന്ന് ചുറ്റുമുള്ളവരോട് പറയുക. കാരണം അവർക്ക് ഈ അറിവുണ്ടാകണമെന്നില്ല. അവർ നിങ്ങളെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചേക്കാം. അത് തടയേണ്ടത് നിങ്ങളാണ്. ശരി, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ചും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിനെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തന്നെയോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആണ് അപകടത്തിൽപ്പെടുന്നതെങ്കിലോ? അതെ, നമ്മൾ അബോധാവസ്ഥയിലായിരിക്കും. നമ്മുടെ ഫോൺ എപ്പോഴും ലോക്കായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെ നമ്മുടെ വീട്ടുകാരെ വിവരമറിയിക്കാൻ കഴിയും? ഇതൊരു വലിയ പ്രശ്നമല്ലേ? ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ സ്മാർട്ട് ഫോണുകൾ ഇതിനൊരു സിമ്പിളായ പരിഹാരം നൽകുന്നുണ്ട്. അതാണ് മെഡിക്കൽ ID അല്ലെങ്കിൽ ഐസ് ഫീച്ചർ. അതായത് ഇൻ കേസ് ഓഫ് എമർജൻസി. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഫോൺ ലോക്കായിരിക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ഫോൺ ലോക്കായിരിക്കുമ്പോഴും സ്ക്രീനിൽ താഴെ എമർജൻസി എന്നൊരു ഓപ്ഷൻ കാണാം. പാസ്വേഡ് അറിയാത്ത ഒരാൾക്ക് അതിൽ അമർത്തിയാൽ നിങ്ങളുടെ അത്യാവശ്യ വിവരങ്ങൾ കാണാൻ ഇതിലൂടെ സാധിക്കും. എന്തൊക്കെ വിവരങ്ങൾ? അവിടെ നിങ്ങളുടെ എമർജൻസി കോൺടാക്ട് നമ്പർ, അതായത് അച്ഛൻ്റെയോ ജീവിത പങ്കാളിയുടെയോ നമ്പർ, പിന്നെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജികളോ മറ്റു രോഗങ്ങളോ ഉണ്ടെങ്കിൽ ആ വിവരം എന്നിവ രേഖപ്പെടുത്താം. ഓ, അപ്പോൾ അബോധാവസ്ഥയിലാണെങ്കിൽ പോലും ഫോൺ അൺലോക്ക് ചെയ്യാതെ തന്നെ പ്രിയപ്പെട്ടവരെ വിളിക്കാൻ ഇത് സഹായിക്കും. തീർച്ചയായും. ഇത് സെറ്റ് ചെയ്യാൻ വലിയ പാടാണോ? വെറും 2 മിനിറ്റ്. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോയി മെഡിക്കൽ ID അല്ലെങ്കിൽ എമർജൻസി ഇൻഫർമേഷൻ എന്ന് സെർച്ച് ചെയ്താൽ ഇത് കൊടുക്കാം. ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചർച്ച തീർന്നുടനെ തന്നെ നിങ്ങളിത് സെറ്റ് ചെയ്യണം എന്നാണ്. 2 മിനിറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെയാവും രക്ഷിക്കുന്നത്. നമ്മൾ ഈ വിശദമായ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. സയ്യദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഈ പുസ്തകത്തിലെ 11ാം അധ്യായം നമുക്ക് നൽകുന്ന വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നമ്മളെപ്പോഴും ഭയക്കുന്ന ആ ഗോൾഡൻ അവറിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. അതെ, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തെടുത്താൽ, അപകടസ്ഥലത്ത് ആദ്യം ചെയ്യേണ്ടത് സ്വന്തം സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ഹസാർഡ് ലൈറ്റുകൾ ഇടുക. രണ്ടാമതായി, ആൾക്കൂട്ടത്തിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ച് 112 എന്ന നമ്പറിൽ വിളിക്കാൻ പറയുക. മൂന്നാമതായി, പരിക്കേറ്റയാളെ ഒരു കാരണവശാലും അനക്കാതിരിക്കുക. അവരുടെ ശ്വാസോച്ഛ്വാസം പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഫോണിലെ നിർദ്ദേശപ്രകാരം CPR നൽകുക. പിന്നെ രക്തസ്രാവമുണ്ടെങ്കിൽ തുണി കൊണ്ട് അമർത്തിപ്പിടിക്കുക. ആ തുണി മാറ്റാൻ പാടില്ല. കൃത്യമായിട്ട്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുകയും ഗുഡ് സമരീറ്റൻ നിയമം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന ധൈര്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് യാതൊരു മെഡിക്കൽ ബിരുദവുമില്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതിനൊരു സൂപ്പർമാൻ ആകേണ്ട കാര്യമില്ല. വെറുമൊരു സാധാരണ മനുഷ്യനായാൽ മതി, ഒരു ചെറിയ ബോധമുണ്ടായാൽ മതി. ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട്, ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. ആ റോഡിൽ രക്തം വാർന്നു കിടക്കുന്നത് അപരിചിതനായ ഒരാളല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലൊരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ, അവിടെ ചുറ്റും കൂടി നിന്ന് മൊബൈലിൽ വീഡിയോ എടുക്കുന്ന ഒരാളെയാണോ, അതോ നമ്മളിപ്പോൾ സംസാരിച്ച ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള ഒരു സൈനികനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉത്തരം വളരെ വ്യക്തമാണല്ലോ. ആ ഒരു നിമിഷത്തിൽ ആർക്കും വേണ്ടത് വീഡിയോ എടുക്കുന്നവരെയല്ല, മറിച്ച് പ്രവർത്തിക്കുന്ന ആ സൈനികനെയാണ്. ഇമർജൻസി നമ്പർ സേവ് ചെയ്യാനും മെഡിക്കൽ ID സെറ്റ് ചെയ്യാനും മറക്കരുത്. ഈ അറിവുകൾ നിങ്ങളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഇതെത്തണം. സുരക്ഷിതരായിരിക്കുക. ഈ ചർച്ചയിൽ ഞങ്ങൾക്കൊപ്പം പങ്കുചേർന്നതിന് നന്ദി. ശുഭദിനം.